ഇത്രയും വലിയ പ്രസന്റേഷൻ കാണുമ്പോ മമ്മി ഒന്ന് ഞെട്ടുമല്ലേ? ഞെട്ടിപ്പൊട്ടിത്തെറിക്കും. മമ്മി, അമ്മേ, മമ്മി, അമ്മേ. ഇല്ലേ? കിച്ചണിൽ ഫുഡ് കുക്ക് ചെയ്യായിരിക്കും. മമ്മി, അമ്മേ. മമ്മി, അമ്മേ. മമ്മി, 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 ഇന്നലെ രാത്രി മുതൽ അവരെ കാണാനില്ല. നേരം വെളുത്തപ്പോ പാൽക്കാരനെ പറഞ്ഞത് കൊച്ചമ്മയെ കാണാനില്ലെന്ന്. ഞാൻ രാവിലെ പോലീസിനെ വിളിച്ചു പറഞ്ഞിരുന്നു. ഇന്നലെ രാത്രി ഇവിടെ ശബ്ദമൊക്കെ കേട്ടു. എന്താ സംഭവം ഒരു പിടിയുമില്ല. അങ്ങോട്ട് മാറി നിൽക്ക്. നിങ്ങളാരാ? ഞങ്ങൾ മമ്മിയുടെ ഫ്രണ്ട്സാ. ഓഹോ, നിങ്ങളാണ് ഇവിടെ കൂടെ കൂടെ ഒരാളോ അല്ലേ? അതെ. കയറി വണ്ടിയില്. അയ്യോ, അമ്മയുടെ പിറന്നാളായതുകൊണ്ട് ഞങ്ങൾ ക്ഷണിച്ചിട്ട് വന്ന. ഞങ്ങൾ നിരപരാധികളാണ് സാർ. അതൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാം. ഞങ്ങള് സാർ നടക്കടൂ. ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിഞ്ഞൂടെ സാർ? അയ്യോ, അയ്യോ, എന്റെ കാല്. മെല്ലെ സൂക്ഷിച്ച്. കടന്നോളൂ. അങ്ങനെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയ എന്റെ മോക്ക് നിങ്ങളൊക്കെ ഉള്ളൂ. പഴയതൊന്നും ഓർത്ത് ദേഷ്യം തോന്നരുത്. ചേട്ടൻ എന്താ ഈ പറയുന്നത്? ഒരാവശ്യത വരുമ്പോഴല്ലേ സഹായിക്കേണ്ടത്? നമ്മളൊക്കെ മനുഷ്യരല്ലേ. മോളെ, ഇതുകൊണ്ട് അകത്ത് വെക്ക്. നിനക്ക് അവളെ ഇഷ്ടമാണെന്നറിയാം. എനിക്കൊരു എതിർപ്പുമില്ല. എല്ലാം അവനെ കൂടെ അറിയിക്കണം. എന്റെ മോനെ എവിടെയാണോ ആവൂ. ഏയ്, അവൻ എന്തെങ്കിലും ജോലി കിട്ടിക്കാണും, അല്ലെങ്കിൽ വരാതിരിക്കില്ല. അസുഖമെന്ന് അറിഞ്ഞു കാണുകയല്ല, ബുദ്ധിമുട്ടിക്കുകയാണെന്ന് വിചാരിക്കരുത്. നീ പോയി ഈ കാര്യം ഒന്ന് പറയണം. ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ പോയി വിളിച്ചോണ്ട് വരാം.
അസുഖം അറിഞ്ഞാ അവന് ഓടിയെത്തും. ഇവിടെ വേറെ ആരും ഇല്ലാന്നറിയാലോ. എന്ന് ഞങ്ങൾ ഇറങ്ങട്ടെ. വരൂ. ഒന്ന് കിടന്നുറങ്ങാൻ നോക്ക്. വരട്ടെ. ശരി. അച്ഛന്റെ സമ്മതം കിട്ടിയപ്പോ സമാധാനമായി. ഞാൻ ഇന്ന് തന്നെ പോയി അന്വേഷിക്കാം. പക്ഷെ പണ്ടാരടങ്ങാനായിട്ട് ഞാൻ ഇവനെ എവിടെ പോയി തപ്പും? ഇനി എറണാകുളത്ത് ചെന്നാൽ തന്നെ വല്ല എത്തുംപിടിയുണ്ടോ? കഴിഞ്ഞ ആഴ്ച ഒരു എഴുത്തുണ്ടായിരുന്നു. എന്തോ ജോലി ശരിയായിട്ടുണ്ടെന്ന് എഴുതിയിരിക്കുന്നെ. അതിൽ അഡ്രസ് ഉണ്ടോ? അഡ്രസ് ഇല്ല. ഒരു കോയ ഏജൻസിയില് ഗ്യാസിന്റെ ഇടപാടെന്ന് എഴുതിയിരിക്കുന്നെ. ഞാൻ അതിൽ ഉണ്ണിയൊന്ന് അന്വേഷിക്കട്ടെ. കോയാന്നല്ലേ പറഞ്ഞത്? അതെ, കോയ ഏജൻസി. കുറച്ചു ദിവസം വൈകിയാലും ഞാൻ അവനെ കൊണ്ടേ വരൂ. ഇറങ്ങട്ടെ. കുറച്ചു ദിവസം ലാക്കപ്പിൽ കിടക്കണമെന്നായിരുന്നു എന്റെ ജാതകം. അത് നടന്നു. ഇൻസ്പെക്ടറുടെ കയ്യിൽ നിന്ന് ഇത്തവണ ഇടികൊള്ളാതെ രക്ഷപ്പെട്ടത് എന്റെ കാർന്നുമാരുടെ ഭാഗ്യം. ഇനി ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് അത്ര പന്തിയല്ല. ഇവിടെ താമസിക്കാൻ ഞാനില്ല. ഇവിടെ താമസിക്കാതെ പിന്നെ നിന്റെ അമ്മയുടെ നായരുടെ വീട്ടിൽ പോയി താമസിക്കോ? എടാ, ഇത് അനാഥമായിട്ട് കിടക്കല്ലേ? അങ്ങനെ അങ്ങ് പേടിച്ച് ജീവിക്കാൻ പറ്റുമോ? പോലീസിനെയും പട്ടാളത്തിനെയും പേടിക്കാം. ഇനി ഈ ശവികളെ കൂടെ പേടിക്കണോ? അതെ, ഇപ്പൊ സ്റ്റേഷനിൽ പോരാൻ പറ്റിയ നിങ്ങളെ ഭാഗ്യം. ഇനി നിങ്ങൾ അതിന്റെ പിന്നാലെ ചുറ്റിത്തിരി നടക്കണ്ട. കട്ടോനെ കണ്ടിട്ടില്ലേ കണ്ടോനെ പിടിക്കാന്ന് പറഞ്ഞ മാതിരിയോ അവസാനം. നിങ്ങളാണ് തട്ടിക്കൊണ്ടുപോയതെന്ന് വരെ പറഞ്ഞ് കേസ് ഉണ്ടാക്കി നിങ്ങളെ കൊടുക്കും. കുരുങ്ങുന്നെങ്കിൽ കുരുങ്ങട്ടെ. മമ്മിക്ക് എന്ത് പറ്റിയെന്ന് അറിയണം. അതിന് ഈ എന്തിനായിരുന്നു ബേജാറാവണ്? എന്തെങ്കിലും ആവട്ടെ എന്ന് നിങ്ങൾ അതിൽ ഇടപെടണ്ട. എന്തേ? ഇല്ല, എവിടെയാണെങ്കിലും മമ്മിയെ കണ്ടുപിടിച്ച് തീരൂ. എടാ, നീ ഞാൻ പറയണോന്ന് കേക്ക്. അവർ എവിടെങ്കിലും പോയി തൊലയട്ടെ. ഞമ്മക്ക് എന്ത് കാര്യം? വെറുതെ പുലിവാല് പിടിക്കണ്ട. ഒന്ന് നിർത്തണ്ടേക്ക. അവര് നിങ്ങൾക്ക് ആരും അല്ലായിരിക്കാം. എനിക്കങ്ങനെയല്ല. വളരെ സ്നേഹമുള്ള സ്ത്രീയായിരുന്നു. എനിക്കെന്തോ മമ്മിയോട് വല്ലാത്ത അടുപ്പം തോന്നി. സ്വന്തം അമ്മയോടൊന്നു പോലെ. അതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. മമ്മി എവിടെയാണെന്ന് അറിഞ്ഞിട്ട് ഇനി ഞാൻ എങ്ങോട്ടേക്കുള്ളൂ. പോലീസുകാർ അന്വേഷിക്കുന്നില്ലേ? എന്തെങ്കിലും വിവരം കിട്ടാതിരിക്കില്ല. മുമ്പൊരിക്കലും ഒരാൾ ഇവിടെ വന്ന് അവരുമായി വഴക്കുണ്ടാക്കുന്ന ഞാൻ കണ്ടു. ആര്? എപ്പോ? കഴിഞ്ഞ മാസത്തിലെന്നാ തോന്നുന്നത്. ഒരു സന്ധ്യക്ക് ഞാൻ ഗ്യാസ് കൊടുക്കാൻ വന്നപ്പോഴാ അവര് ഒരുപാട് കരയുന്നതും കണ്ടു. ആരാള്? അതൊന്നും എനിക്കറിയില്ല. ഞാൻ അയാളെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. നീ വിഷമിക്കൊന്നും വേണ്ട. 2-3 ദിവസം കഴിഞ്ഞ് അവരിങ്ങി വരും. അവർക്ക് ആരെങ്കിലുമൊക്കെ കാണാതിരിക്കോ? ഇനി പിറന്നാളായതുകൊണ്ട് ബന്ധുക്കളുടെ അടുത്തെങ്ങാനും പോയി സദ്യയൊക്കെ കൊണ്ട് പാർട്ടി സുഖിച്ചിരിക്കുകയായിരിക്കും. ഒരു ഉറുമ്പിനെ പോലും നുള്ളി നോക്കുന്നത് എനിക്കിഷ്ടമല്ല. നമ്മൾ തമ്മിൽ യഥാർത്ഥത്തിൽ ഇങ്ങനൊരു വഴക്കിന്റെ വല്ല കാര്യമുണ്ടോ? എത്രയോ നേരത്തെ ഞാൻ പറഞ്ഞതാണ്, കേട്ടില്ല. അതുകൊണ്ടല്ലേ ഇവിടെയൊക്കെ വരേണ്ടി വന്നത്. എനിക്ക് ചെറിയൊരു ഉപകാരം ചെയ്തു തരണം. ഞാൻ പറയുന്നിടത്തെല്ലാം ഒപ്പിട്ട് തരണം. നിങ്ങൾക്ക് ഈ സ്വത്തിന്റെ വല്ല ആവശ്യമുണ്ടോ? ഇല്ല, ഞാൻ ഒപ്പിടില്ല. എന്ത് വേണമെങ്കിലും ചെയ്തു. എന്തിനാ നമ്മൾ തമ്മിൽ ഈ വാക്ക് തർക്കം? എനിക്കൊരു വഴക്കുമില്ല. ദുഷ്ടൻ, കൊല്ലടാ എന്നെ, കൊല്ലേ. എന്തിനാ ഒച്ച വെക്കുന്നത്? ഇത് നിങ്ങളുടെ വീടല്ല. ഒച്ച വെച്ചാൽ ഓടി വരാൻ അയൽക്കാരാരുമില്ല. പ്ലീസ്, വെറുതെ വാശി പിടിക്കണ്ട. വേദനിപ്പിക്കുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമല്ല. ഏതായാലും ശാന്തമായി ഒന്നുകൂടി ആലോചിച്ച് നോക്ക്. ഇവിടെ കിടന്നാകുമ്പോ സ്വസ്ഥമായിട്ട് ആലോചിക്കാം. ശല്യപ്പെടുത്താൻ ആരും വരില്ല. ഓക്കേ? അവർ രണ്ടുപേരും ആരാണെന്ന് അന്വേഷിച്ചോ? ഇവിടെയെങ്ങുള്ളവരല്ല. അവർക്ക് ഗ്യാസിന്റെ ഇടപാടാണെന്നാ. ഒരു കോയയാണ് അവരുടെ സഹായി. ഉണ്ണി, പത്രത്തിലെ പരസ്യം കണ്ടിട്ട് ബന്ധുക്കൾ ആരെങ്കിലും വരുമെന്നാ കരുതിയത്. അതുമില്ല. എന്റെ ബലമായ സംശയം
കാശിയിലോ രാമേശ്വരത്തോ ആ പാവ അമ്മ സന്യസിക്കാൻ പോയി കാണുമെന്ന ആ പ്രായമാണല്ലോ. ഏയ് അങ്ങനെയൊന്നും ആവില്ല. മമ്മി വരും, വരാതിരിക്കില്ല. അതുവരെ നമുക്ക് കോള്, വേഷ ശാപ്പാട്, അല്ല ഒന്നാം തരം വീട്. ഇനി അവർ വന്നില്ലെങ്കിലോ ഈ വീട് നമുക്ക് സ്വന്തം. ആ കോയയുടെ കൂടെ കിടന്ന് ശരീരത്തിലെ ചോര മുഴുവൻ കൊതു കൊണ്ടുപോയി. ചിലപ്പാ ഓ നമുക്ക് ചുറ്റുപാടുള്ളവരുടെ വീടുകളിലൊക്കെ ഒന്ന് തിരക്കാം. ഓ നമ്മൾ തമ്മിൽ പരിചയമില്ല, ഒന്ന് പരിചയപ്പെടാൻ വന്നതാ. നിങ്ങളാരാ? ഒരു പരിചയമില്ലാത്ത വീട്ടിൽ കയറി താമസിച്ചിട്ട് അവിടെ വരുന്നവരോട് എങ്ങനെയാണോ പെരുമാറുന്നത്? പ്ലീസ് കുറച്ചുകൂടി മര്യാദ വേണ്ടേ? അതല്ലേ ചോദിച്ചത്, നിങ്ങളാരാണെന്ന്. എന്നെ പരിചയമില്ല അല്ലേ? എവിടെയോ വെച്ച് കണ്ടിട്ടുള്ള പോലെ. കൽപ്പാത്തിയിലെ രഥോത്സവത്തിനാണോ അതോ സുചീന്ദ്രത്തെ തേരോട്ടത്തിനോ? സോറി, വേദനിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. ഇത് നിങ്ങളുടെ വീടല്ല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സ്ഥലം വിട്ടോണം. പിള്ളേരാണെന്നറിയാം, പോലീസിലൊക്കെ അറിയിച്ചത് അപ്പോഴത്തെ വാശി കൊണ്ടാണെന്നും അറിയാം. സാരമില്ല, ഇനിയും സമയമുണ്ട്. ഈ രാത്രിക്കകം സ്ഥലം വിട്ടോണം. സ്ഥലം വിടാം. ഇതെന്റെ വീടാ, മനസ്സിലായി. ഞാൻ ഇനിയും വരും. എന്തിന്? അപ്പോ കൂടുതൽ ദേഷ്യത്തിലായിരിക്കും. ചിലപ്പോ രണ്ടിനെയും. വരട്ടെ. അദ്ദേഹം പറഞ്ഞ സത്യമല്ലേ? വല്ലവരുടെ വീട്ടിൽ കയറി താമസിക്കുന്ന ന്യായമാണോ? എന്തൊരു നല്ല മനുഷ്യൻ. ആ തടിയൻ അവരുടെ ആളാ. നമ്മൾ വിചാരിച്ച പോലെയല്ല. അവരും നല്ല തയ്യാറെടുപ്പില്ല. ചിലപ്പോ ഒരു തുറന്ന പോരാട്ടം തന്നെ വേണ്ടിവരും. ഏതായാലും നിങ്ങൾ അവരുടെ നീക്കങ്ങൾ ശ്രദ്ധിച്ചോണം. നമ്മളെ ചെക്ക് ചെയ്യാനായിരിക്കും അവന്മാർ ആ തടിമാടനെ അവിടെ നിർത്തിയിട്ട് പോയിരിക്കുന്നേ. ഏ? കൈ